പ്രശസ്ത കെ-പോപ്പ് ഗ്രൂപ്പായ എക്സോയിലെ ഒരു പ്രധാനപ്പെട്ട മെമ്പറാണ് കൈ അഭിനയിച്ച 2016 റിലീസായ ചോക്കോ ബാങ്ക് എന്ന വളരെ രസകരമായ ഒരു കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിന് മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ കിമ്മിനെ കാണിച്ചുകൊണ്ടാണ്. കിം ഒരു കോളേജ് ഗ്രാജുവേറ്റ് ആണ്. കിമ്മിന്റെ ഫുൾ നെയിം കിം യുൻ ഹൈങ് എന്നാണ്. ഈ ഒരു പേരിന്റെ അർത്ഥം തന്നെ കാശ് എന്നും ബാങ്ക് എന്നും ഒക്കെയാണ്. പക്ഷെ പേരിലുള്ള ആ വലിയ പ്രൗഢി ഒന്നും തന്നെ കിമ്മിന്റെ ലൈഫിൽ അവനിപ്പോ ഇല്ല. കാരണം പഠനത്തിന് ശേഷം അവൻ ഒരു ജോലി അന്വേഷിച്ച് കഴിഞ്ഞ കുറേ നാളുകളായുള്ള ഓട്ടപ്പാച്ചിലാണ്. അതും ഏതെങ്കിലും ഒരു ജോലിയല്ല. അവൻ ആ പേര് കാശും ബാങ്കും ഒക്കെ റിലേറ്റ് ചെയ്ത് ആ ഒരു പേര് അമ്മ ഇട്ടത് തന്നെ അവനൊരു ബാങ്ക് എംപ്ലോയി ആയി കാണണമെന്ന അമ്മയുടെ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പഠനശേഷം ബാങ്കില് ജോലി അന്വേഷിക്കാനായിട്ടാണ് കിമ്മിനെ അമ്മ പറഞ്ഞു വിട്ടിരിക്കുന്നത്. പക്ഷെ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു നടന്നിട്ടും ഒരു ജോലിയില്ലാതെ ഒടുക്കം കിം ആ ഒരു തീരുമാനം എടുക്കുന്നു. അവൻ അമ്മയോട് അമ്മ വിഷമിക്കാതിരിക്കാനായി ഇത്രയും നാളെ തന്റെ മകൻ ഒരു ജോലി കിട്ടിയില്ലല്ലോ എന്ന സങ്കടം മാറാനായി അവനൊരു ബാങ്കിൽ ജോലി കിട്ടി എന്ന് അമ്മയോട് കള്ളം പറയാണ്. അങ്ങനെ അമ്മ ആ കള്ളം വിശ്വസിച്ച് എല്ലാവരോടും തന്റെ മകന് ജോലി കിട്ടി എന്നുള്ള സന്തോഷ വാർത്ത ഫോൺ വിളിച്ചറിയിക്കുന്നുണ്ട്. എങ്ങനെങ്കിലും തൽക്കാലം പിടിച്ചു നിൽക്കാനായുള്ള ഈ ഒരു കള്ളത്തിന്റെ മറവിൽ ഇരുന്നുകൊണ്ട് ഒരു ജോലി അന്വേഷിക്കാമെന്നാണ് കിം ആദ്യം കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെ ദിവസം മുന്നോട്ട് പോവുകയാണ്. അമ്മയുടെ അടുത്ത ഫോൺ കോൾ ശമ്പളം കിട്ടുമ്പോഴേ കുറച്ച് കാശ് തരണേ, എല്ലാ ബന്ധുക്കൾക്കും പരിചയക്കാർക്കും ട്രീറ്റ് ചെയ്യാനാണെന്ന്. കാരണം ആറ്റുനോറ്റ് കിട്ടിയ ജോലിയല്ലേ. അങ്ങനെ അമ്മ എല്ലാവർക്കും ചെലവ് ചെയ്യുന്ന കാര്യം പറയുമ്പോഴാണ് ജോലി കിട്ടിയെന്ന് കള്ളം പറയുമ്പോ അങ്ങനെ ഒരു പണി ഉണ്ടല്ലോ എന്ന കാര്യം കിം ഓർക്കുന്നത്. കാരണം ഇനിയിപ്പോ ചെലവ് ചെയ്യാനാണെന്നും പറഞ്ഞ് ഇല്ലാത്ത ജോലിയുടെ ശമ്പളം താൻ എങ്ങനെ എടുത്തു കൊടുക്കുമെന്ന് അവൻ ആകെപ്പാടെ ടെൻഷൻ ആവുന്നു. അവൻ ആ ടെൻഷനിൽ നടന്നു വരുന്ന സമയത്താണ് പെട്ടെന്നൊരു നിലവിളി ശബ്ദം കേൾക്കുന്നത്. അയ്യോ കള്ളൻ എന്റെ ബാഗ് അടിച്ചോണ്ട് പോയി, രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ആരോ നിലവിളിക്കുന്ന ആ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോ ഒരാൾ ബാഗുമായി ഓടുന്ന കാഴ്ച കണ്ട് കിം ആ കള്ളനെ തടയുന്നു. അങ്ങനെ പിടിച്ചു വെക്കുന്ന സമയത്താണ് അതൊരു പെൺകുട്ടിയാണെന്നും അവളാണ് നമ്മുടെ കഥാനായികയായ ചോക്കോ എന്നും നമ്മൾ കാണുന്നത്. അങ്ങനെ ബാഗ് അയാൾക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ബാഗ് കിട്ടിയ പാടെ അയാളാകട്ടെ അവിടെ നിന്ന് സ്ഥലം വിടുന്ന സമയത്താണ് കിമ്മിന് ഒരു ഡൗട്ട്. അയാളുടെ ബാഗ് ഈ കള്ളി തട്ടിയെടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് അയാൾ എന്താ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാതെ ബാഗ് കൊണ്ട് അയാൾ ഏതാണ്ട് അത് അടിച്ചു മാറ്റി പോകുന്ന കണക്ക് രക്ഷപ്പെട്ടു പോകുന്നതെന്ന്. അപ്പോഴല്ലേ അവന് കാര്യം മനസ്സിലാവുന്നത് നമ്മുടെ ചോക്കോ സത്യത്തിൽ ഒരു കള്ളിയല്ല, അത് അവളുടെ ബാഗും അതിനകത്തുള്ളത് അവളുടെ കാശുമാണ്. അവളത് ബാങ്കിൽ നിന്ന് എടുത്തോണ്ട് വരുന്ന സമയം അവളുടെ അങ്കിളുടെ മകൻ അത് അടിച്ചു മാറ്റാനായി പിറകെ കൂടിയതാണ്. അങ്ങനെ അയാൾ ഇവളെ നേരെ സിറ്റുവേഷൻ കലക്കി മറിച്ച് ഒരു കള്ളിയാക്കി ബാഗും കൈക്കലാക്കി രക്ഷപ്പെട്ടു പോയപ്പോ ചോക്കോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. താൻ ആരാടോ, താൻ എന്തിനാ ഇതിൽ വന്നിപ്പോ ഇടപെട്ടത്? അതുകൊണ്ടല്ലേ എന്റെ കാശ് എനിക്കിപ്പോ നഷ്ടമായത്. തന്നെ ഞാൻ വെറുതെ വിടില്ല, മര്യാദക്ക് എനിക്ക് എന്റെ കാശ് തിരിച്ചു തന്നോണോ എന്നൊക്കെ പറഞ്ഞ് കാശ് തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ കാരണക്കാരനായ കിമ്മിനോട് ചോക്കോ ദേഷ്യപ്പെടുന്നു. അങ്ങനെ ചോക്കോ കിമ്മിനെയും കൂട്ടി അവളുടെ സ്ഥലത്തേക്ക് പോവാണ്. അവിടെ വെച്ച് എങ്ങനെ എന്റെ കാശ് തിരിച്ചു തരുന്നത്, എന്താ തന്റെ ജോലി എന്നൊക്കെ അവൾ തിരക്കുന്ന ടീമാണ്. ജോലിയൊന്നുമില്ല, എന്റെ പേര് ഇതാണ് എന്നൊക്കെ ഇങ്ങനെ തന്നെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിമ്മ് പറയുന്നത്. പേരിന്റെ അർത്ഥം കാശ് എന്നും ബാങ്ക് എന്നും ഒക്കെയാണ്. മട്ടും ഭാവം കണ്ട ഏതാണ്ട് ബാങ്ക് എംപ്ലോയി ആണെന്ന് തോന്നുകയും ചെയ്യും. എന്നാ ജോലിയില്ല, 10 പൈസയും കയ്യിലില്ല. നല്ല രസമായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചോക്കോ കളിയാക്കുമ്പോ നിങ്ങളുടെ പേരെന്താ, ചോക്കോയോ, അത് കൊള്ളാലോ, കോമഡി പേരായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവനും തിരിച്ച് അവളെ കളിയാക്കുന്നു. എന്നെ കളിയാക്കാനല്ല തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്, മര്യാദയ്ക്ക് താൻ കാരണം എനിക്ക് നഷ്ടമായ കാശ് താൻ തിരിച്ചു തന്നേ പറ്റൂന്ന് കിമ്മിനോട് ചോക്കോ ആവശ്യപ്പെടുമ്പോ എനിക്കിപ്പോ തിരിച്ചു തരാൻ കാശൊന്നും കയ്യിലില്ല, വേണമെങ്കിൽ ജോലി ചെയ്ത് കാശ് എങ്ങനെങ്കിലും വീട്ടാൻ നോക്കാന്ന് കിം പറയുമ്പോ ചോക്കോ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ചോക്കോ നടത്തുന്ന ഷോപ്പില് കിം ജോലിക്ക് നിൽക്കണം. ഒരു മാസം ജോലിക്ക് 1500 രൂപ ശമ്പളമായി കൊടുക്കാം. തനിക്ക് നഷ്ടപ്പെട്ടത് 5000 രൂപയാണ്. അതുകൊണ്ട് തന്നെ എത്ര നാള് ഇവിടെ കിമ്മിനെ പണിയെടുപ്പിച്ച ആ 5000 മുതലാക്കാമെന്ന് കണക്ക് കൂട്ടി നോക്കാനായിട്ട് വലിയ കണക്കൊന്നും തന്നെ ചോക്കോയ്ക്ക് വശമില്ല. അവളിങ്ങനെ 2 മാസമാണോ അതോ 3 മാസമാണോ 1500 വെച്ച് 5000 ആവാനായി പണിയെടുപ്പിക്കേണ്ടത് എന്നിങ്ങനെ കണക്ക് കൂട്ടാനായി പെടാപ്പാട് പെടുന്നത് കാണുന്ന അവൻ 3 മാസവും 10 ദിവസവും പണിയെടുത്താൽ 1500 രൂപ വെച്ച് 5000 രൂപ ടാലി ആവുകയെന്ന് അവൾക്ക് കണക്ക് പറഞ്ഞു കൊടുക്കുമ്പോ അപ്പൊ 3 മാസവും 10 ദിവസവും നീ എന്റെ ഈ ഷോപ്പിൽ പണിയെടുക്കണം, ഞാൻ പറയുന്ന സകല ജോലിയും ചെയ്യണം, എന്നിട്ട് വേണം എനിക്ക് എന്റെ കാശ് മുതലാക്കാനെന്ന് അവള് പറയുമ്പോ അവൻ ആദ്യം സമ്മതിക്കുന്നില്ല. എനിക്ക് വേറെ പണിക്ക് പോകണമെന്നൊക്കെ അവൻ ദേഷ്യപ്പെടുമ്പോ എനിക്ക് ഈ രീതിയിൽ കാശ് മുതലാക്കണം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് എനിക്ക് കാശ് ഇത് രണ്ടും പറ്റത്തില്ലെങ്കിൽ നീ ഉടായ്പ കാണിച്ച് നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ തന്നെ ഞാൻ നിന്റെ വീട്ടിൽ പോയി പറയും എന്നിങ്ങനെ ജോലിയില്ലാത്തതിന്റെ പേരിൽ വീട്ടിൽ കള്ളം പറഞ്ഞ് ജോലി അന്വേഷിച്ച് നടക്കുകയാണെന്ന് മുന്നേ അവളോട് അബദ്ധത്തിൽ പറഞ്ഞു പോയ അവനെ ഇപ്പൊ അവൾ ആ കാര്യം വെച്ച് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ അടുത്ത 3 മാസവും 10 ദിവസവും അവളുടെ ഷോപ്പിൽ ജോലി ചെയ്യാനായി അവന് സമ്മതിക്കേണ്ടി വരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ചോക്കോയുടെ ഒരു കുഞ്ഞു കഥയാണ്. അവൾ എങ്ങനെയാണ് ഈ ഒരു ചോക്ലേറ്റ് ഷോപ്പിന്റെ ഓണറായി മാറിയതെന്ന കഥ. കുട്ടിക്കാലം മുതലേ ചോക്ലേറ്റുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ചോക്കോയ്ക്ക്. അവൾ അതുകൊണ്ട് തന്നെ വലുതാകുമ്പോൾ ഒരു ചോക്ലേറ്റ് ഷോപ്പ് നടത്തണം എന്ന ഒരു പാഷനില് ലോണും മറ്റുമൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തു. പക്ഷെ അതിൽ നല്ല രീതിയിൽ കച്ചവടമേ നടക്കുന്നില്ല. പറഞ്ഞു വന്ന സ്ഥിരമായി എല്ലാ മാസവും അവളുടെ ഷോപ്പിലേക്ക് വരുന്ന ഒരേ ഒരാൾ ആ ഒരു ഷോപ്പിന്റെ ഓണറാണ്. മറ്റൊരാളിൽ നിന്ന് റെന്റിനെടുത്താണല്ലോ അവൾ അവിടെ ഷോപ്പ് നടത്തുന്നത്. വാടക ചോദിച്ചുകൊണ്ടാണ് ആൾ എപ്പോഴും വരുന്നത്. അങ്ങനെ ഇപ്പോ തന്നെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കിമ്മിനോട്
പറഞ്ഞ് ലോൺ അടയ്ക്കാനായിട്ട് ഭയങ്കര പാടാ. ഞാനിപ്പോ എന്താ ചെയ്യാ, കച്ചവടം ഒന്നും നന്നായി നടക്കുന്നില്ല. ഈ ഒരു ഷോപ്പ് പൂട്ടിയിട്ട് എവിടെങ്കിലും തറ തുടയ്ക്കാൻ പോയാൽ പോലും ഇതിലും കാശ് കിട്ടും. പക്ഷെ ഇത് ഞാൻ എന്റെ പാഷനായി തുടങ്ങിയതല്ലേ എന്നൊക്കെ അവൾ ഭയങ്കരമായി സങ്കടപ്പെടുമ്പോ ഓൺലൈനിലൂടെ ഒരു 5000 രൂപയുടെ സെയില് നടത്തിയെടുക്കാനായി അവളുടെ ഈ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ കിമ്മിന് അവളെ സഹായിക്കാനായി കഴിയുന്നുണ്ട്. അവൻ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് അവൾക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു കച്ചവടം നടക്കുന്നത്. അത് അവളെ ഭയങ്കരമായി സന്തോഷിപ്പിക്കുന്നു. നിനക്ക് എന്റെ ബിസിനസ് പാർട്ണറായി നിന്നോടെ. ഇപ്പോ 3 മാസവും 10 ദിവസവും പണിയെടുത്ത് നീ എനിക്ക് വീട്ടേണ്ട കാശാണ് ഈ ഒറ്റ ദിവസം കൊണ്ട് നീ ഇപ്പൊ എനിക്ക് വീട്ടിൽ തന്നത് എന്നും കരുതി നീ ഇവിടെ പോവാതെ നിനക്ക് ഇവിടെ നിന്നൂടെ. എന്റെ ഷോപ്പിന്റെ പേരും ചോക്കോ ബാങ്ക് എന്നാ. നിനക്കൊരു ബാങ്ക് എംപ്ലോയി ആവണമെന്നല്ലേ ഉള്ളൂ. അപ്പൊ ഈ ചോക്കോ ബാങ്കിലെ തന്നെ ഒരു എംപ്ലോയി ആയി എന്റെ പാർട്ണറായി കൂടെ നിന്നൂടെ എന്നൊക്കെ അവളെ ചോദിക്കുമ്പോൾ ആദ്യം അവൻ അതിനെ സമ്മതിക്കുന്നില്ലെങ്കിലും ഇപ്പൊ താൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ പെട്ടെന്ന് മറ്റൊരു ജോലി തനിക്ക് കിട്ടില്ല. മാസം മാസം തന്റെ ജോലിയുടെ ശമ്പളമായി അമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയും വേണം. അപ്പൊ പിന്നെ ഇവിടെ തന്നെ നിൽക്കാമെന്ന് കരുതി അവനും അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും കിമ്മിന്റെ കൂടെ അവിടെ മുന്നോട്ട് പ്രവർത്തിക്കുന്ന സമയം ബാങ്കിലൊക്കെ പോവാതെ ഓൺലൈൻ ബാങ്കിങ് വഴി തന്റെ അക്കൗണ്ടിന്റെ കാര്യങ്ങൾ നോക്കാനും മറ്റുമൊക്കെ ചോക്കോ അവളുടെ ലൈഫിൽ ആദ്യമായി പഠിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ അവർക്ക് പതിയെ പതിയെ കസ്റ്റമേഴ്സും കൂടി വരുന്നു. ഒരിക്കലും ഒരു 3 പെൺകുട്ടികൾ ഒന്നിച്ച് ഷോപ്പിലേക്ക് എത്തുന്നു. അവരൊക്കെ കിമ്മിനോട് സംസാരിക്കുന്നതും മറ്റും കാണുമ്പോൾ ചോക്കോയ്ക്ക് ഭയങ്കര കുശുമ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അകത്ത് ഞാൻ നിന്നെ കൊല്ലുമെന്ന് ഗ്രാമർ തെറ്റിച്ചെഴുതിയ ഒരു കേക്ക് ഉണ്ടാക്കുന്നു. അവളുടെ ഈ ഒരു തെറ്റായ ഇംഗ്ലീഷ് കാണുമ്പോ തന്നെ നിനക്ക് വലിയ പഠിപ്പും വിവരമൊന്നും ഇല്ലല്ലേന്ന് കിം കളിയാക്കുമ്പോ ആര് പറഞ്ഞു ഞാൻ ഫ്രാൻസിന്ന് ഇംഗ്ലീഷില് PG എടുത്തതാണെന്നും പറഞ്ഞ് അവള് തിരിച്ചു മറുപടി പറയുമ്പോ മനസ്സിലായെന്നും പറഞ്ഞ് അവനും ചിരിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ വളരെ രസകരമായി പോകുന്നുണ്ട്. അപ്പോഴാണ് ഒരു കസ്റ്റമർ എത്തുന്നത്. ആളാണെങ്കിൽ വന്നു കയറി ഉടനെ തന്നെ ഫോണിൽ സംസാരിക്കുന്നതിൽ ഭയങ്കര തിരക്കായിരുന്നു. ഓർഡർ എടുക്കാനായി ചോക്കോ ചെല്ലുമ്പോ എന്തോ ധൃതിയിൽ പറഞ്ഞ് പുള്ളിക്കാരൻ വീണ്ടും ഫോണിലേക്ക് തിരിയുമ്പോ ഓർഡർ മനസ്സിലാവാത്തതുകൊണ്ട് വീണ്ടും അത് ചോദിക്കാനായി ചോക്കോ ശ്രമിക്കുന്ന സമയം പുള്ളിയുടെ ഫോൺ കോൾ കട്ടാവുന്നു. ഉടനെ തന്നെ പുള്ളിക്കാരന് ഭയങ്കര ദേഷ്യം വരുന്നു. നീ കാരണമാണ് എന്റെ ഫോൺ കോൾ കട്ടായെന്ന് പറഞ്ഞ് ചോക്കോയെ വായി വന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് കേട്ട് കിം അതിൽ ഇടപെടുന്നു. ഉടനെ ആ കസ്റ്റമർ കിമ്മിനെ ആക്രമിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും മുന്നേ താൻ ഞാൻ നിന്നെ കൊല്ലുമെന്ന് എഴുതി വെച്ചിരുന്ന ആ ഒരു കേക്കും എടുത്തുകൊണ്ട് ഓടി വന്ന് ചോക്കോ അത് ആ കസ്റ്റമറിന്റെ മുഖത്തടിക്കുകയാണ് കിമ്മിനെ അയാൾ ഉപദ്രവിക്കാതിരിക്കാനായി. അങ്ങനെ കസ്റ്റമർ ആകെപ്പാടെ കേക്കില് മുങ്ങി കുളിച്ച് നിൽക്കുന്നു. അങ്ങനെ ആ കസ്റ്റമർ പോയി കഴിയുമ്പോൾ രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരു താല്പര്യമുണ്ട് എന്നത് ഒരാൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ മറ്റേ അതിൽ മുന്നും പിന്നും നോക്കാതെ ഇടപെടുന്നതിനെ പറ്റിയൊക്കെ അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് തുറന്നു പറയുന്നില്ല. എങ്കിലും അവരങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നു. ഒരു ചെറുപ്പക്കാരൻ ചെറുക്കനാണ്. വന്ന പാടെ തന്നെ അവൻ ചോക്കോയെ നോക്കി ചിരിക്കുമ്പോഴേക്കും ചോക്കോ നിയോൺ ഞാൻ നിന്നെ മിസ് ചെയ്തിടാന്ന് പറഞ്ഞ് ഓടി ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഇത് കണ്ട് എന്റെ ഇഷ്ടം ഞാൻ തുറന്നു പറയാന്ന് വെച്ചപ്പോഴേക്കും ഇതാരപ്പ ഈ പുതിയ അവതാരം എന്ന രീതിയിലായിരുന്നു കിമ്മിന്റെ ഇരിപ്പ്. നിയോൺ മറ്റാരും അല്ല ചോക്കോയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ്. അവനിപ്പോ അവളെ കാണാനേ എത്തുന്ന സമയത്താണ് അവളുടെ കൂടെ കിം എന്നൊരാൾ ഉണ്ടെന്നത് നിയോൺ അറിയുന്നത്. നിയോണിന് സഹിക്കാനേ വയ്യ. കാരണം അവന് അവളോട് ഒരു ക്രഷ് ഉണ്ട്. ഷോപ്പിലെത്തിയ ചില കസ്റ്റമേഴ്സ് ബാങ്കിന്റെ ചില കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ട് അവർ പറയുന്നതിലെ തെറ്റും ശരികളുമെല്ലാം അവരുടെ കൂടെ അങ്ങോട്ട് ചെന്നിരുന്ന് ഡിസ്കസ് ചെയ്യുന്ന കിമ്മിനെ വളരെ ആരാധനയോടുകൂടി ചോക്കോ നോക്കി നിൽക്കുന്നത് കണ്ട് നിനക്കിതുപോലെ പഠിപ്പും വിവരമുള്ള പയ്യന്മാരെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് നീ എന്താ ഇപ്പൊ ഇവനുമായിട്ട് റിലേഷൻഷിപ്പിലായതെന്ന് നിയോൺ തിരക്കുമ്പോ അത് പണ്ടപ്പോഴോ ടീച്ചർ അടിച്ചതിന് ഞാൻ ആ കളിപ്പിന് പറഞ്ഞതല്ലേ, അല്ലാതെ അതുപോലെ ആയിരിക്കും ഇപ്പോഴും എന്ന് ചോദിച്ച് അവളെ ചിരിക്കുന്നു. നീ അന്ന് അങ്ങനെ പറഞ്ഞു വിശ്വസിച്ച ഞാൻ കുട്ടിക്കാലം മുതലേ നന്നായി പഠിക്കാതെ ദേ ഇപ്പോഴും തല്ലിപ്പൊളിയായി പോയതെന്ന് അവൻ അവളെ കുറ്റപ്പെടുത്തുന്നു. എന്തായാലും തന്നെക്കാളേറെ ചോക്കോ ശ്രദ്ധിക്കുന്നത് കിമ്മിനെയാണെന്ന് കലിപ്പ് വരുന്ന നിയോൺ കിം പഠിച്ചിട്ടും ജോലിയില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് അവൻ വലിയ കാര്യമായി സംസാരിച്ചുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സിന്റെ മുന്നിൽ ചെന്ന് അവനെ കളിയാക്കി പറയുകയും അത് കേട്ട് വളരെ അപ്സെറ്റ് ആയി അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. അത് കണ്ട് ദേഷ്യം വരുന്ന ചോക്കോ നിയോണിനെ തിരിച്ച് നല്ലത് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കിമ്മിന്റെ അടുത്ത് പോയി സമാധാനിപ്പിക്കുമ്പോൾ നിനക്ക് ഒരു ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഡിപ്രസ്ഡ് ആവണോ? അതും ബാങ്കിലെ ജോലി നീ നോക്കുന്നതുകൊണ്ടല്ലേ അത് കിട്ടാൻ ഇത്ര പാട്? വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ? അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങിക്കൂടെ എന്നല്ല അവള് ചോദിക്കുമ്പോൾ തന്റെ അമ്മയുടെ ആഗ്രഹമാണ് താൻ ഒരു ബാങ്ക് എംപ്ലോയി ആവുക എന്നതും അതുകൊണ്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതെ ഇതിന് പുറകെ പോകുന്നതെന്നും പറയുന്നവൻ കുട്ടിക്കാലത്ത് തന്റെ അച്ഛന് ഒരു ബിസിനസ് ഉണ്ടായിരുന്നെന്നും അത് ബാങ്ക് ലോൺ ഒക്കെ എടുത്തു വെച്ച ബിസിനസ് ആണ്. പിന്നീട് അച്ഛന് വയ്യാഴിക വന്നപ്പോ ആ ബിസിനസ് ഒന്നും നോക്കി നടത്താൻ പറ്റാതെ ബാങ്കുകാർ അത് ജപ്തി ചെയ്തുകൊണ്ട് പോയി. അന്ന് മുതലേ എന്റെ അമ്മയുടെ കോൺസെപ്റ്റ് ബിസിനസ് ഒക്കെ ഒരു ദിവസം പൊട്ടിപ്പൊളിഞ്ഞു പോകും, എന്നും നിലനിൽക്കുന്നത് ബാങ്കിലെ ജോലിയായിരിക്കും എന്നതാണ്. അതുകൊണ്ടാണ് അമ്മ എനിക്ക് ബാങ്കുമായി ബന്ധപ്പെട്ട പേര് പോലും ഇട്ടത്. എന്നെ ഒരു ബാങ്ക് എംപ്ലോയി ആയി കാണാൻ അമ്മ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവൻ പറയുമ്പോൾ അവന്റെ സിറ്റുവേഷൻ എന്താണെന്ന് അവൾക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. ആക്ച്വലി അന്ന് കള്ളിയാണെന്ന് കരുതി പിടിക്കുന്ന സമയത്തല്ല ആദ്യമായി ചോക്കോ കിമ്മിനെ കാണുന്നത്. അതിനു മുന്നേ തന്നെ അവൾ ഒരു ചോക്ലേറ്റ് ഷോപ്പ് ആരംഭിക്കണം എന്ന പാഷനില് അതിന് ഒരു ചെറിയ ശ്രമം നടത്തി തുടങ്ങിയ ആ ഒരു കാലഘട്ടത്തിലെ അവൾ അവനെ കണ്ടുമുട്ടിയിരുന്നു. ചോക്ലേറ്റുകളുടെ സാമ്പിൾസ് അവൾ റോഡിൽ വിൽക്കാനായി പോയിരുന്നു. അവളായി തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതിന്റെ റെസ്പോൺസ് അനുസരിച്ച് ഷോപ്പിലേക്ക് അത് മാറ്റാൻ എന്ന ആ ഒരു രീതിയിലാണ് അവൾ ആ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നത്. അന്ന് ആരും തന്നെ അവളെ സാമ്പിൾ കൊടുക്കാനായി നിൽക്കുമ്പോൾ പോലും മൈൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് വളരെ യാദൃശികമായി അവൾ നിൽക്കുന്നതിനടുത്തൂടെ പോയ കിം ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യുകയും വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തിരുന്നു. അവളുടെ ലൈഫിൽ ആദ്യമായി അവൾ ഉണ്ടാക്കി വിൽക്കാനായി വെച്ചിരിക്കുന്ന ഒരു ചോക്ലേറ്റിന്
ഫുഡിന് കഴിച്ച അഭിപ്രായം പറയുന്ന ഒരാൾ കിമ്മായിരുന്നു. അന്നേ അവനെ അവളെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ പിന്നീട് രണ്ടുപേരുടെയും ലൈഫിലെ ഓരോ പ്രശ്നങ്ങൾ, അവൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പരിശ്രമത്തിലും അവനൊരു ജോലി കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിലുമായി രണ്ടുപേരും തമ്മിൽ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു ബാഗ് തട്ടിക്കൊണ്ടു പോകുന്ന രീതിയിൽ കണ്ടുമുട്ടിയപ്പോ ചോക്കോയെ മുന്നേ തന്നെ വലിയതായി ശ്രദ്ധിച്ചിട്ടില്ലായിരുന്ന കിമ്മിനോട്ട് അറിയുമില്ലായിരുന്നു. അങ്ങനെ എന്തായാലും ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു കണക്ഷനും കൂടിയുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് മുന്നേ കിമ്മിനെ അപമാനിച്ചു എന്ന തോന്നല് നിയോൺ അതിനൊരു പ്രായശ്ചിത്തം എന്ന വണ്ണം അവൻ മുന്നേ അവർക്ക് ഫിനാൻഷ്യൽ അഡ്വൈസുകൾ നൽകിയിരുന്നില്ലേ നമ്മുടെ കസ്റ്റമേഴ്സിൽ ചില ആളുകൾക്ക്, ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അങ്ങനെ അത് കുറച്ച് വൈറലായി കഴിഞ്ഞാണ് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത കാര്യം കിം അറിയുന്നത്. എന്തിനാ എന്നോട് ചോദിക്കാതെ എന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതെന്ന് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവനെ കാണാനായി ഒരു റിപ്പോർട്ടർ വരുന്നു. ആ ഒരു വീഡിയോ കണ്ടുവന്നതാണ് കിം നൽകുന്ന ഫിനാൻഷ്യൽ അഡ്വൈസുകളുടെ ഒരു ആർട്ടിക്കിള് അവരുടെ സ്ഥാപനത്തിന് വേണ്ടി തയ്യാറാക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ആ കാര്യങ്ങളിൽ കിം പിന്നീട് കുറച്ച് ബിസി ആവുന്നുണ്ട്. അപ്പോഴേക്കും കിമ്മിനെ കാണാനായി അവനുള്ള ഫുഡുമായി അവന്റെ അമ്മ അവന്റെ ജോലി സ്ഥലത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞ് അവൻ ആകെ ടെൻഷൻ ആവുന്നു. കാരണം അമ്മയുടെ വിചാരം അവൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെന്നല്ലേ. അമ്മ കള്ളി കൈയോട് പിടിക്കുന്നതിന് തൊട്ടില്ല എന്നുള്ള ഒരു രീതിയിലാണ് അവൻ ബാങ്കിലേക്ക് എത്തുന്ന അമ്മയെ തടയാനായി ചെല്ലുന്നത്. അമ്മ എങ്ങനെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്ന കാര്യം കൊണ്ട് തനിക്ക് നല്ല ജോലി തിരക്കുള്ള സമയത്ത് അമ്മ എന്തിനാണ് ഇങ്ങനെ തന്നെ ബുദ്ധിമുട്ടിക്കാനായി ഫുഡൊക്കെ കൊണ്ടുവരുന്നതെന്ന് അവൻ അമ്മയെ ദേഷ്യപ്പെട്ട് പറഞ്ഞു വിടുന്നു. അപ്പോഴത്തെ നിലനിൽപ്പിന് വേണ്ടി അങ്ങനെ ദേഷ്യപ്പെട്ട് വിട്ടതാണെങ്കിലും അവന്റെ ഉള്ളിൽ ഭയങ്കരമായ സങ്കടമായിരുന്നു. അമ്മയോട് അങ്ങനെ പെരുമാറേണ്ടി വന്നല്ലോ എന്നോർത്ത്. എന്തായാലും ഈ കാര്യങ്ങൾ അറിയുന്ന മുന്നേ ആർട്ടിക്കിളിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി കിമ്മിനെ പരിചയപ്പെട്ട റിപ്പോർട്ടർ പെണ്ണ് കിമ്മിനെ സഹായിക്കാനായി തീരുമാനിക്കുന്നു. തനിക്ക് ബാങ്കിൽ ജോലി ചെയ്യുന്ന അങ്കിളുണ്ടെന്നും അങ്കിൾ വിചാരിച്ചാല് കിമ്മിന് ഒരു ജോലി ബാങ്കിൽ സെറ്റാക്കാൻ ഒരു പ്രയാസവും ഇല്ലാന്ന് പറഞ്ഞ് അവർ സഹായിക്കാനായി മുന്നോട്ട് വരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും നടക്കുമ്പോൾ അതൊക്കെ കാണുന്ന ചോക്കോയ്ക്ക് ഭയങ്കര സങ്കടം. തന്റെ ലൈഫിൽ ഇതുവരെ ഹാപ്പി ആയ ഒരു വാലന്റൈൻസ് ഡേ പോലും ഉണ്ടായിട്ടില്ല. ഇത്തവണത്തെ വാലന്റൈൻസ് ഡേ എങ്കിലും ഹാപ്പി ആകണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു കിമ്മിനെ പരിചയപ്പെട്ട ശേഷം. പക്ഷെ ഈ റിപ്പോർട്ടർ കിമ്മിനെ തന്റെ അടുത്ത് നിന്നും തട്ടിയെടുക്കുമോ എന്നൊരു പേടി ചോക്കോയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസമായിട്ട് വാലന്റൈൻസ് ഡേയുമാണ്, ഇന്റർവ്യൂവിന്റെ ദിവസമാണ് ബാങ്കിലെ ആ ജോലിക്കായിട്ടുള്ള. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്, അന്ന് ആ ഇന്റർവ്യൂവിന് പോണോ വേണ്ടിയോ എന്ന് കിമ്മിന് ഭയങ്കര ടെൻഷൻ. അപ്പോഴേക്കും അന്ന് ചോക്കോയ്ക്ക് ഭയങ്കര ഒരു സർപ്രൈസ് കാത്തിരിപ്പുണ്ടായിരുന്നു. ഫ്രീ ആയി ഫിനാൻഷ്യൽ അഡ്വൈസ് വേണ്ടവർ ചോക്കോ ബാങ്ക് എന്ന ഷോപ്പിലേക്ക് വരണമെന്ന് ആർട്ടിക്കിളും ആ വീഡിയോയും ഒക്കെ വൈറലായതിന്റെ പശ്ചാത്തലത്തിൽ കിമ്മിന്റെ ഫിനാൻഷ്യൽ അഡ്വൈസിന്റെ ഒരു പരസ്യം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കേട്ട് നമ്മുടെ ഷോപ്പിലേക്ക് നിരവധി പേർ എത്തുന്നുണ്ട്. അവർക്ക് ഫ്രീ ആയി ഫിനാൻഷ്യൽ അഡ്വൈസും കൂടി കിട്ടാനായി. പക്ഷെ അന്ന് ഇന്റർവ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഷോപ്പിലേക്ക് കിം ചെന്നിരുന്നില്ല. ചോക്കോയ്ക്കാണെങ്കിൽ ഈ വന്നിരിക്കുന്നവരെ എങ്ങനെ ഡീൽ ചെയ്യും എന്നൊരു പിടുത്തമില്ല. വിളിച്ചു വരുത്തിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര പ്രശ്നമാവില്ലേ. അവള് ടെൻഷൻ ആവുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കിം എത്തുന്നു. അവൻ ഇന്റർവ്യൂവിന് പോവാതെ ഇവിടെ അവൻ പറഞ്ഞത് കേട്ടെത്തിയ കസ്റ്റമേഴ്സിനെല്ലാം വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞും ചെയ്തും കൊടുക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് അവനോടുള്ള ഇഷ്ടം തുറന്നു പറയാനായി അവന് വേണ്ടി സ്പെഷ്യലായി ഒരു ചോക്ലേറ്റ് ഒക്കെ തയ്യാറാക്കി ചോക്കോ അവനോട് സംസാരിക്കുമ്പോഴേക്കും അത് കൊടുക്കാൻ സാധിക്കും മുന്നേ അവിടേക്ക് ഒരാൾ എത്തുന്നു. അത് കിമ്മിന്റെ അമ്മയാണ്. കിം ബാങ്കിലല്ല ജോലി ചെയ്യുന്നത്, അവൻ ഇവിടെ ഇങ്ങനെ നിൽക്കാണ് എന്നറിഞ്ഞ് അമ്മ ആകെ പട ബഹളം വെക്കുന്നു. ഇപ്പൊ ഇവിടം വിട്ട് ഇറങ്ങി വരണമെന്നൊക്കെ പറഞ്ഞ് അമ്മ ബഹളം വെക്കുമ്പോ അമ്മ റിയാലിറ്റി ഒന്ന് മനസ്സിലാക്കും. അച്ഛൻ മരിച്ചിട്ട് 10-15 വർഷമായി. ഇപ്പോഴും അമ്മ പണ്ടത്തെ കാര്യത്തിന്റെ പേരിൽ ചുമ്മാ തെറ്റിദ്ധാരണ ഉള്ളിക്കൊണ്ട് നടക്കാണെന്നല്ല, ബാങ്കിൽ ജോലി ഉണ്ടെങ്കിൽ ഒരു ലൈഫ് ഉള്ളൂ എന്നത് അമ്മയുടെ തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായി കിം നോക്കുമ്പോ അമ്മയ്ക്ക് അത് തലേ കയറുന്നില്ല. ആകെപ്പാടെ താൻ വിശ്വസിച്ചതൊക്കെ തന്നെ കള്ളമായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന അമ്മ നെഞ്ചുവേദന എടുത്ത് താഴെ വീഴുന്നു. അങ്ങനെ എന്തെങ്കിലും അവിടെ നിന്ന് അമ്മ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഭാഗ്യവശാൽ അമ്മയുടെ ജീവൻ ആപത്തൊന്നും സംഭവിക്കുന്നില്ലെങ്കിലും അമ്മ ഭയങ്കര വിഷമത്തിൽ തന്നെയാണ്. അത് മനസ്സിലാക്കുന്ന കിം പിന്നീട് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യാനായി പോകുന്നില്ല എന്ന തീരുമാനമെടുത്ത് ചോക്കോ ബാങ്കിൽ നിന്ന് മാറി നിൽക്കുന്നു. ആ കാര്യം ചോക്കോയെ വിളിച്ച് അറിയിക്കുന്നുമുണ്ട്. ചോക്കോയ്ക്കും ഭയങ്കര സങ്കടം. തന്റെ ഇത്തവണത്തെ വാലന്റൈൻസ് ഡേ എങ്കിലും ഹാപ്പി ആയി ഒന്നായി മാറുമെന്ന് പ്രതീക്ഷയെങ്കിലും അതും ഇങ്ങനെ ആയല്ലോ എന്നവൾ സങ്കടപ്പെടുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ അവർ തമ്മിൽ കണ്ടിട്ടേയില്ല. ചോക്കോ ഇപ്പോഴും അവളുടെ ഷോപ്പായി മുന്നോട്ട് പോകുന്നു. വലിയ കച്ചവടമൊന്നും ഇല്ലാതെ കുറച്ച് കഷ്ടപ്പാടുള്ളത് തന്നെയാണ്. കിം അപ്പോഴേക്കും ഒരു ബാങ്കിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ അതൊരു സംതൃപ്തിയും നൽകുന്നില്ല. അത് മനസ്സിലാക്കുന്ന അവന്റെ അമ്മ, എന്റെ ആഗ്രഹത്തിന് നീ ഇപ്പോ ബാങ്കിൽ നിന്നു മതി, ഇനി നീ നിന്റെ സന്തോഷങ്ങളുടെ പുറകെ പോകണം, നിനക്ക് ഇഷ്ടമുള്ള ജോലി നീ ചെയ്യണം എന്നിങ്ങനെ അവനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവൻ ഒരുപാട് ഹാപ്പി ആവുന്നു. അവൻ അങ്ങനെ നേരെ പോകുന്നത് നമ്മുടെ ചോക്കോയെ കാണാനായിട്ടാണ്. അവൾ പണ്ടത്തെ കണക്ക് സാമ്പിൾ കൊടുക്കാനായി റോഡ് സൈഡിൽ നിൽക്കുമായിരുന്നു. ആദ്യം ഇവർ കണ്ട കണക്ക് തന്നെ ഇപ്പോ അവൻ അവളുടെ മുന്നിലേക്ക് ചെല്ലുന്നു. ആ ഒരു സമയത്ത് എപ്പോഴും ഇവനെ മിസ് ചെയ്യുന്നത് കൊണ്ട്, ഇവനെ ഓർക്കുന്നത് കൊണ്ട് ഇവനിപ്പോ അടുത്ത് വന്ന കണക്ക് തനിക്ക് തോന്നുകയാണോ എന്ന് പോലും അവൾ സംശയിച്ചിരുന്നു. അവൻ തന്നിലേക്ക് മടങ്ങി വന്നതാണ്. ഇനി മുതൽ തന്റെ എല്ലാ വാലന്റൈൻസ് ഡേയും സന്തോഷകരമായിരിക്കും എന്നത് അവൾക്ക് ആദ്യം വിശ്വസിക്കാനേ പറ്റിയില്ല. ഒരു സ്വപ്നം കണക്ക് അവൾ അങ്ങ് ഒന്നും മനസ്സിലാവാണ്ട് നിന്നു. പിന്നീട് അവൻ മടങ്ങിയെത്തിയത് മനസ്സിലാക്കുമ്പോഴേക്കും അവളുടെ സന്തോഷത്തിന് അളവുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഒന്നിച്ചിനി ചോക്കോ ബാങ്ക് മുന്നോട്ട് കൊണ്ടുപോകും. കസ്റ്റമേഴ്സിന് ഫിനാൻഷ്യൽ അഡ്വൈസുകളും മധുരങ്ങളും ഒന്നിച്ചു വിളമ്പി അവർ മനോഹരമായി ലൈഫ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കുഞ്ഞു കഥ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.